കലിപ്പൻ ചെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. പെട്ടെന്നായിരുന്നു റിജാദ് തന്റെ കാർ സഡൻ ബ്രേക്കിന് നിർത്തിയത്. കാര്യമറിയാതെ ഫാസില അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ വല്ലതും പറഞ്ഞു മുഴുമിക്കുമ്പോഴേക്കും റിജാദ് ഇടയിൽ കയറി പറഞ്ഞു, ഗെറ്റ് ഔട്ട്. അവൻ പറഞ്ഞു കേട്ട് അവളൊന്ന് ഞെട്ടി. റിജാദ് കാ, ഞാനൊരു തമാശക്ക്, ഐ ആം സോറി. അവൾക്ക് ഒറ്റ നോട്ടിൽ തന്നെ തെളിഞ്ഞു കാണാമായിരുന്നു അവനിൽ ആളിക്കത്തുന്ന ദേഷ്യം. അവളുടെ മുഖത്ത് നോക്കാതെ സ്റ്റെയറിംഗിൽ ആഞ്ഞടിച്ചുകൊണ്ട് അവൻ വീണ്ടും അലറി, ഐ സേ ഗെറ്റ് ഓഫ് മൈ കാർ. അത് കേട്ടതും ഫാസിലയുടെ നെഞ്ചിൽ നിന്ന് ഒരാളുണ്ടായി. ഇനിയും താൻ വല്ലതും പറയുന്നാൽ അവന്റെ ആ ബലിഷ്ഠമായ കരങ്ങൾ തന്റെ മുഖത്ത് പതിയുമെന്ന് ഉറപ്പായതും അവൾ അവനെ ഒന്ന് നിസ്സഹായതയോടെ നോക്കി. പക്ഷെ അവന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. അപ്പോഴേക്കും അവളുടെ കണ്ണുകളിൽ കാർമേഘം വന്ന് മൂടാൻ തുടങ്ങിയിരുന്നു. അതൊരു മഴയായി പെയ്യുന്നതിന് മുന്നേ അവൾ കാറിൽ നിന്നിറങ്ങി. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. തന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ട് അവൻ അങ്ങനെ പോവില്ലെന്ന് അവളുടെ മനസ്സൊരായിരം വട്ടം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കീറി മുറിച്ചുകൊണ്ടായിരുന്നു റിജാദിന്റെ കാർ അവളുടെ മുഖത്തടിച്ച പോലെ മിന്നൽ വേഗത്തിൽ അവിടെ നിന്നും പോയത്. അത് കണ്ടതും പെയ്യാൻ തുനിഞ്ഞെന്ന അവളുടെ കണ്ണുനീർ ഒരു പേമാരിയായി നിലംപതിച്ചു. തന്റെ കണ്ണുനീരിന്റെ മറയിലും അവന്റെ കാർ തന്നിൽ നിന്ന് ഒരുപാട് ദൂരം മറഞ്ഞു പോകുന്നത് സ്തബ്ധയായി അവൾ നോക്കി നിന്നു. നടു റോട്ടിൽ ഇരുട്ടിനെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണുനീർ വാർത്തിക്കൊണ്ട് അവൾ ശീലകണക്കെ നിന്നു. തന്റെ വീട്ടിലേക്ക് ഇനിയും കുറച്ചു ദൂരം പോവാനുണ്ട്. കയ്യിലുണ്ടായിരുന്ന ബാഗിനെ രണ്ട് കൈകൊണ്ടും തന്റെ ദേഹത്തോട് അടുപ്പിച്ച് അവൾ റോഡിന്റെ ഒരു മൂലക്ക് നിന്നു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. നഗരത്തിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കുള്ള പാതയായതിനാൽ വാഹനങ്ങൾ വളരെ കുറവായിരുന്നു. ശീലകണക്കിയ റോഡിന്റെ മൂലക്ക് ബാഗും കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തി കിട്ടിയാൽ മതിയായിരുന്നെന്ന്. കാരണം കണ്ണടക്കുമ്പോൾ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന മുഖങ്ങൾ കഴുകന്മാരുടെ കയ്യിലകപ്പെട്ട് സ്വന്തം മാനം നഷ്ടപ്പെട്ട് പിച്ചു ചീന്തി ദാരുണമായി നടുറോഡിൽ കൊല ചെയ്യപ്പെട്ട പെൺമുഖങ്ങളായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം തന്റെ മുന്നിലൂടെ ഒരു ഓട്ടോ കടന്നുപോയപ്പോൾ രണ്ടും കൽപ്പിച്ച് അവൾ കൈനീട്ടി. കണ്ടപ്പോൾ ഇച്ചിരി പ്രായം തോന്നിക്കുന്ന ഒരു ഡ്രൈവറാണ്. അയാളോട് പോവേണ്ട സ്ഥലം പറഞ്ഞു കൊടുത്ത് അവൾ ഓട്ടോയിൽ കയറിയിരുന്നു. ആദ്യമായാണ് തനിക്ക് ഇങ്ങനെ ഒരു അനുഭവം. എത്രയും വേഗം ഒന്ന് വീടെത്തി കിട്ടണമെന്ന് അവൾ അതിലിരുന്നുകൊണ്ട് മനമുരുകി പടച്ചവനോട് കേണുകൊണ്ടേയിരുന്നു. ഇച്ചിരി ദൂരം പിന്നിട്ടപ്പോൾ ഇടതുവശത്തുള്ള റോഡ് അവൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. ചേട്ടാ, ആ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള റോഡാണേ. ഏകദേശം വീടെത്തറയുന്ന ആശ്വാസത്തിലായിരുന്നു അവൾ. നെഞ്ചിൽ കൈവച്ചൊരു ദീർഘശ്വാസം എടുത്തതും പെട്ടെന്നാണ് അവൾ പോലും പ്രതീക്ഷിക്കാതെ അയാളുടെ ഓട്ടോ പറഞ്ഞ വഴി കൂടെ പോവാതെ നേരെയുള്ള റോഡിലൂടെ വെച്ച് പിടിക്കുന്ന കണ്ടത്. ആ ഒരു നിമിഷം കൊണ്ട് ഭയം എന്ന വാക്കിന്റെ പൂർണ്ണതയിൽ അവൾ എത്തിക്കഴിഞ്ഞിരുന്നു. ഇടിമുഴക്കം പോലെയുള്ള അവളുടെ നെഞ്ചിടിപ്പിന്റെ ധ്വനി ആ ഓട്ടോയിൽ നിറഞ്ഞിരുന്നു. നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നത്? എനിക്ക് ഈ വഴിയല്ല, ലെഫ്റ്റ് സൈഡിലുള്ള റോഡിലൂടെ പോകാനാ ഞാൻ പറഞ്ഞ്. വണ്ടി തിരിക്കണോ? പേടിച്ചു പറിച്ചാണെങ്കിലുള്ള ധൈര്യം സംഭരിച്ച് അവൾ അയാളോട് പറഞ്ഞു. പക്ഷെ അവൾ അറിഞ്ഞില്ല, കുറച്ചു മുമ്പ് വരെ തന്റെ മുന്നിൽ തെളിഞ്ഞു വന്ന ആ നിസ്സഹായ മുഖങ്ങളുടെ ഒരു കണ്ണിയായി താനും മാറാൻ പോവുകയാണെന്ന്. അയാൾ തന്റെ ഓട്ടോയുടെ വേഗത നല്ലപോലെ കൂട്ടുന്നുണ്ടായിരുന്നു. അതിൽ കിടന്നവൾ അലറി വിളിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ അയാളുടെ കൊലച്ചിരിയുടെ മുന്നിൽ അവളുടെ ശരീരം തളർന്നു വീഴുന്ന പോലെ തോന്നി. ഒന്ന് അടങ്ങിയിരി പെണ്ണേ, നമുക്കൊന്ന് ചെറുതായിട്ട് ആഘോഷിച്ച് വീട്ടിലേക്ക് മടങ്ങാം. സഹകരിച്ചാ നിനക്ക് നന്ന്. അതും പറഞ്ഞുകൊണ്ട് അയാൾ അട്ടഹസിക്കാൻ തുടങ്ങി. രണ്ടും കൽപ്പിച്ച് അവൾ അയാളുടെ മുടിയിൽ പിടിച്ച് തല പിറകോട്ട് ഒറ്റ വലി. അവളിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി അയാൾ ഓട്ടോ ബ്രേക്കിട്ട് നിർത്തി. ആ ഒരു സെക്കൻഡിൽ തന്നെ അവൾ അതിൽ നിന്ന് ഇറങ്ങി ഓടി. അവിടെ മോളെ അലറി വിളിച്ചുകൊണ്ട് അയാളും അവളുടെ പുറകെ ഓടി. കാലുകളുടെ ബലം കുറഞ്ഞു വരുന്ന പോലെ തോന്നിയെങ്കിലും അവളാൽ കഴിയും വിധം എവിടേക്കെന്നില്ലാതെയുള്ള ശക്തി മുഴുവൻ സംഭരിച്ച് ഓട്ടം തുടർന്നു. ജീവനും അതിലേറെ സ്വന്തം മാനത്തിനും വേണ്ടിയുള്ള ഓട്ടത്തിൽ സ്വന്തം വീട്ടിലേക്കുള്ള വഴി പോലും അവളുടെ മുന്നിൽ തെളിഞ്ഞില്ല. ഇരുട്ടിന്റെ മറവിൽ കഴുകക്കണ്ണുകളിൽ നിന്നുമുള്ള രക്ഷക്കായി അവൾ ലക്ഷ്യമില്ലാതെ ഓടിക്കൊണ്ടിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് റിജാദിന് താൻ ചെയ്ത അബദ്ധം ബോധ്യമായത്. പെട്ടെന്ന് തന്നെ അവൻ കാർ ബ്രേക്ക് ചെയ്ത് നിർത്തി. നിർത്താതെയുള്ള അവന്റെ ഫോണിന്റെ ശബ്ദം കേട്ട് അത് എടുത്തു നോക്കി. വീട്ടിൽ നിന്നാണ്. മോനെ, മോള് ഡ്രോപ്പ് ചെയ്തായിരുന്നോ? എവിടെ എത്തി നിങ്ങള്? അവളുടെ ഉമ്മ വിളിച്ചിരുന്നു. എന്തു പറയണമെന്നറിയാതെ ആദ്യം അവനൊന്ന് കുഴങ്ങി. ആ, എത്രയായി ഉമ്മ? ആ, അവരാകെ ടെൻഷനില്ല. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. അത് കേട്ടതും അവൻ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചു. യാ റബ്ബേ, ഞാൻ എന്തീ കാണിച്ച്? ഒരു പെണ്ണിനെ രാത്രി നടുറൂട്ടിൽ, അത് ഒറ്റയ്ക്ക്. ഉള്ളിലൊരു ഭയം ഉള്ളിടത്തോടെ അവൻ കാർ ദ്രുതഗതിയിൽ തിരിച്ചുവിട്ടു. അവൾക്കായി തിരഞ്ഞു. കുറച്ചു മുമ്പ് അവൻ അവളെ ഇറക്കിവിട്ട സ്ഥലത്തെത്തിയപ്പോൾ അവളെ എവിടെയും കാണാനില്ല. കാറിൽ നിന്നിറങ്ങി ഒരുപാട് വിളിച്ചു. ഫാസി, ഫാസി! ഇല്ല, എവിടെയുമില്ല. അവന്റെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. നെഞ്ചിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു വന്നു. നെറ്റിത്തടങ്ങളിൽ നിന്നും വിയർപ്പ് കണങ്ങൾ ഒഴുകി വരാൻ തുടങ്ങി. എന്റെ റബ്ബേ, അരുതാത്തൊന്നും സംഭവിക്കില്ലേ?
ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ അറിയാതെ പറ്റിയതാ. അവൻ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. ശേഷം കാറിൽ കയറി എല്ലായിടവും അവൾക്ക് വേണ്ടി തിരയാൻ തുടങ്ങി. ഓടി ഓടി കുറച്ചകലെയുള്ള ഒരു നിർത്തിയിട്ട് ലോറിക്ക് പുറകിലായി അവൾ അഭയസ്ഥാനം കണ്ടുപിടിച്ചു. പക്ഷേ അവിടെയും തന്നെ കാർ നിന്നാൻ പാകത്തിലുള്ള 2 കണ്ണുകളുണ്ടായത് അവൾ അറിഞ്ഞില്ല. അതിനുള്ളിലുണ്ടായിരുന്ന ലോറി ഡ്രൈവറും കൂട്ടാളിയും അവളെ കണ്ട് ഒരു വശ്യമായ ചിരിയോടെ അവളുടെ അടുത്തേക്ക് നീങ്ങി. ഒരു നല്ല സെൽക്കോളത്ത് വന്നിട്ടുണ്ടല്ലോ, അവർ പരസ്പരം പറഞ്ഞു. കരഞ്ഞുകൊണ്ട് എന്നെ ഒന്നും ചെയ്യരുതെന്ന് അവൾ ഒരുപാട് കെഞ്ചിയിട്ടും അവരുടെ കാലുകൾ വശ്യമായ ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചലിച്ചു. ഒടുവിൽ തൊട്ടടുത്തെത്തി അവളെ തൊടാനാഞ്ഞതും പൂർവാധിക ശക്തിയോടെ അവൾ അവരെ തന്റെ കൈകൾ കൊണ്ട് തള്ളി മാറ്റി അവിടെ നിന്ന് ഓടി. ലക്ഷ്യമില്ലാതെയുള്ള ഓട്ടത്തിൽ മരക്കൊമ്പിലും കമ്പുകളിലൊക്കെ തട്ടി അവളുടെ ഡ്രസ്സ് അവിടെ ഇവിടെയൊക്കെ കീറി പറഞ്ഞു പോയിരുന്നു. ഓടി ഓടി തളർന്നുകൊണ്ട് ഒടുക്ക അവൾ റോഡിന്റെ ഒരു വളവിലെത്തിയതും പൊടുന്നതിന് ഒരു കാറ് വന്ന് അവളുടെ മുന്നിലായി സഡൻ ബ്രേക്കിട്ട് നിർത്തിയതും ഒരുമിച്ചായിരുന്നു. ശരീരമാകെ തളർന്നുകൊണ്ട് ഒരടി പോലും എടുത്തു വെക്കാൻ കഴിയാതെ ആ കാറിന് മുന്നിൽ അവൾ തളർന്ന് മുട്ടൂത്തി ഇരുന്നു പോയി. ഒരു ദീർഘശ്വാസം വലിച്ച് കാറിന് നേരെ കണ്ണുകൾ നീക്കിയപ്പോൾ അവളിലുണ്ടായ ആശ്വാസം തെല്ലൊന്നുമായിരുന്നില്ല. റിജാദ് എന്ന് അലറി വിളിച്ചുകൊണ്ട് റിജാദ് കാറിൽ നിന്നിറങ്ങി അവൾക്കരികെ പാഞ്ഞെടുക്കുമ്പോൾ അതിനു മുന്നേ തന്നെ തന്റെ അവശേഷിക്കുന്ന ഇത്തിരി ഊർജ്ജം കൊണ്ട് അവൾ അവിടുന്ന് എഴുന്നേറ്റ് ഓടി അവന്റെ നെഞ്ചിലേക്ക് വീണിരുന്നു. താൻ ഇത്രയും സമയം അനുഭവിച്ച വേദന ഓർത്തുകൊണ്ട് ഇരു കൈകൾ കൊണ്ടും അതിശക്തിയായി അവൾ റിജാദിനെ മുറുകി. അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ ആദ്യമൊന്ന് പകച്ചുപോയെങ്കിലും മറുത്തൊന്നും പറയാതെ അവനും അവൾ വാരിപ്പുണർന്നു. അവന്റെ ഷർട്ട് മുഴുവൻ അവളുടെ കണ്ണുനീരാൽ ഈറനണിഞ്ഞപ്പോൾ അവൻ അവളെ തന്നിൽ നിന്ന് അടത്തി മാറ്റി. അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് പറഞ്ഞു, ഫാസി എന്താടാ? ഒന്നുമില്ല, ഞാൻ വന്നില്ലേ, നീ ഇങ്ങനെ കരയാതെ. അവളെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും അവന് കാണാൻ കഴിഞ്ഞത് ആകമാനം തളർന്ന് ഒന്ന് നേരാവണ്ണം കണ്ണു തുറക്കാൻ പോലും ആവാതെ തളർന്നു നിൽക്കുന്ന അവളുടെ മുഖമായിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് അവളെ പിന്തുടർന്ന ലോറി ഡ്രൈവറും അയാളുടെ കൂട്ടാളിയും അവിടെ എത്തിയിരുന്നു. അവളുടെ കൂടെ റിജാദിനെ കണ്ടപ്പോൾ അവരൊന്ന് പകച്ചെങ്കിലും തോറ്റു പിന്മാറാൻ അവര് തയ്യാറല്ലായിരുന്നു. നീ ഓടി ഓടി ഓടുക ഇവിടം വരെ എത്തിയല്ലേ, അവളെങ്കിൽ വിട്ടേക്ക്, അത് ഞങ്ങളുടെ മുതലാ. അതും പറഞ്ഞ് അതിലൊരുത്ത അവരുടെ അടുത്തേക്ക് വന്നതും റിജാദ് ഫാസിലെ ഒരു വശത്തേക്ക് നിർത്തി അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. എന്താണ് നീ പറഞ്ഞത്? നിന്റെ മുതലാന്നോ? അമ്മയും പെങ്ങളെ കണ്ട തിരിച്ചറിയാത്ത നാറി. അതും പറഞ്ഞ് അവനിൽ പടർന്നുയർന്ന കോപം മുഴുവൻ അയാളിൽ തീർത്തു. ആദ്യമായാണ് ഫാസിൽ റിജാദിനെ ഈ ഒരു ഭാവത്തിൽ കാണുന്നത്. അവന്റെ അടിയിൽ നിലത്ത് വീണ് ഇഞ്ചപ്പരവുമായിട്ടും കലിയടങ്ങാതെ അയാളുടെ നെഞ്ചിലേക്ക് അവൻ വീണ്ടും വീണ്ടും ആഞ്ഞു ചവിട്ടുകയാണ്. ചോരയിൽ കുളിച്ച് വേദന കൊണ്ട് പൊളഞ്ഞ് അവർ അലറി വിളിക്കുന്നത് അവളുടെ കാതുകളിൽ പതിഞ്ഞപ്പോൾ അത് കേൾക്കാനാവാതെ ഫാസിലെ 2 ചെവിയും പൊത്തി കണ്ണടച്ച് കാറിന് ചേർന്ന് നിന്നു. ഒടുക്കം അവരുടെ ബോധം മുഴുവനായി പോയപ്പോഴാണ് റിജാദ് അടി നിർത്തിയത്. അവനിൽ പടർന്നു പന്തലിച്ച കോപം മുഴുവൻ അവരിലേക്ക് ആളി പടർന്നു കഴിഞ്ഞിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഇരു കൈകളും ചെവിക്കുമീതെ വെച്ച് കണ്ണടച്ച് പേടിച്ചു നിൽക്കുന്ന ഫാസിലെയാണ് കണ്ടത്. അവൻ അവളുടെ അടുക്കളയ്ക്ക് പോയി പതിയെ അവളുടെ കരങ്ങൾ ചെവിയിൽ നിന്ന് എടുത്തു മാറ്റിയപ്പോൾ ഒരു ഞെട്ടലോട് അവനിലേക്ക് തന്നെ അവളുടെ കണ്ണുകൾ പതിഞ്ഞു. ഫാസി, സോറി, എന്നോട് ക്ഷമിക്കൂ, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തില്. അവൻ പറഞ്ഞ് മുഴുമിക്കുമ്പോഴേക്കും അവളുടെ കണ്ണിൽ ഇരുട്ടുമൂടി തുടങ്ങിയിരുന്നു. സ്വയം ഭാരം വിട്ട് കാറ്റിൽ പറക്കുന്ന പോലെ തോന്നി അവൾക്ക്. ഒരു നിമിഷം വാടിയ താമരത്തണ്ട് പോലെ അവൾ നിന്ന നിൽപ്പിൽ തന്നെ ഓർന്നു വീണു. നിലം പതിക്കുന്നതിന് മുന്നേ റിജാദ് അവളെ ഇരു കൈകളിലും താങ്ങിയിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ അവളെ കോരിയെടുത്തുകൊണ്ട് കാറിൽ കിടത്തി. ഒരുപാട് തവണ വിളിച്ചെങ്കിലും ഒരു മറുപടിയും ഉണ്ടായില്ല. അവളുടെ മുഖം കണ്ടാൽ അറിയാം ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അവനൊന്നും നോക്കിയില്ല, നേരെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വണ്ടിയെടുത്തു. പെട്ടെന്നാണ് ഒരു കാര്യം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പെണ്ണിന്റെ ഡ്രസ്സ് അവിടെ ഇവിടെയൊക്കെയായി കീറിയിട്ടുണ്ട്. അതിലൂടെ അവളുടെ തൂവെള്ള നിറമുള്ള നഗ്നമായ മേനി തെളിഞ്ഞു കാണുന്നുണ്ട്. അത് കണ്ടതും എന്തോ അവന്റെ ഉള്ളിലൂടെ ഒരു സ്പാർക്ക് അടിച്ച പോലെ ഉടനെ തന്നെ കണ്ണുകൾ അതിൽ നിന്ന് പിൻവലിച്ചു. എങ്കിലും അവൻ പോലും അറിയാതെ ആ കണ്ണുകൾ അവളുടെ ആ മേനിൽ അലസമായി ഉടക്കി നിന്നുകൊണ്ടിരുന്നു. പൊടുന്നനെ അവൻ ഇട്ട ഷർട്ടൂരി അവളെ അതുകൊണ്ട് പുതപ്പിച്ചു. ശേഷം ഹോസ്പിറ്റലിലേക്ക് കാറ് തിരിച്ചു. ഇച്ചിരി ബോധം വന്ന് തുടങ്ങിയപ്പോൾ കാണുന്നത് കയ്യിൽ ട്രിപ്പൊക്കെ ഇട്ട് എവിടെയോ കിടക്കുന്നതാണ്. പിന്നീടാണ് അവൾക്ക് താൻ ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായത്. മൂക്കിലേക്ക് ഇരമ്പിക്കയറിയ പെർഫ്യൂമിന്റെ ഗന്ധം തന്റെ ദേഹത്തു നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവളൊന്ന് ഡ്രസ്സിലേക്ക് നോക്കി. കാരണം അവൾ നോർമലി യൂസ് ചെയ്യാറുള്ള പെർഫ്യൂമിന്റെ ഗന്ധമല്ലായിരുന്നത്. അപ്പോഴാണ് തന്റെ ദേഹം ഒരു ഷർട്ടിൽ പൊതിഞ്ഞിരിക്കുന്നത് കണ്ടത്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് മുമ്പ് നടന്ന കാര്യങ്ങൾ അവൾ ഓർത്തെടുത്തു. അതെ, റിജാദ് ക. കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. കുറച്ചേറെ കാഷ്വാലിറ്റിക്ക് പുറത്ത് ഫോണിൽ ആരോട് സംസാരിച്ചിരിക്കുന്ന റിജാദിനെ അവൾ കണ്ടു. തിരിഞ്ഞു നോക്കി അവനും അവൾ എഴുന്നേറ്റിരിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്ത് അവളുടെ അടുത്തേക്ക് നീങ്ങി. ഫാസി, ആർ യു ഓക്കെ നൗ? തനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഐ ആം ഓക്കെ. പേടിക്കാനൊന്നുമില്ല. താനൊന്ന് അൺകോൺഷ്യസ് ആയിരുന്നു. വിളിച്ചിട്ട് എഴുന്നേൽക്കുന്ന കാണാൻ ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ച്.
BP ഇച്ചിരി ലോ ആയതുകൊണ്ടെന്നാ ഡോക്ടർ പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവളുടെ ചിന്ത പോയത് വീട്ടിലേക്കായിരുന്നു. സമയം ഇപ്പോൾ തന്നെ ഒരുപാടായി. അവരൊക്കെ ടെൻഷൻ അടിച്ച് നിൽപ്പുണ്ടാവും. അവളുടെ മുഖഭാവം കണ്ട് റിജാദിന് കാര്യം മനസ്സിലായിരുന്നു. പക്ഷേ അതിനു മുമ്പേ അവൻ വീട്ടിൽ വിളിച്ച് കാറ് ബ്രേക്ക് ഡൗൺ ആയി, സോ വരാൻ ഇച്ചിരി ലേറ്റാവുമെന്ന് പറഞ്ഞിരുന്നു. അത് അവളോട് പറഞ്ഞപ്പോൾ തന്നെ അവളിൽ ഇച്ചിരി ആശ്വാസം വന്നു. തിരിച്ച് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി റിജാദ് അവളെയും കൂട്ടി പോയി. വീടെത്താനായപ്പോൾ അവൾ അവനോട് കാറ് നിർത്താൻ പറഞ്ഞു. റിജാദ് കാ, നിങ്ങളെ ഷർട്ട് ഇങ്ങനെ കണ്ട അവർക്ക് ഡൗട്ട് അടിക്കും. സത്യാവസ്ഥ അറിഞ്ഞാൽ പിന്നെ എവിടെയും പോകാൻ അവർ സമ്മതിക്കില്ല. അവൾ ഷാൾ കൊണ്ട് അവളുടെ ദേഹം മറച്ച് ആ ഷർട്ട് അയച്ച് അവന് തന്നെ കൊടുത്തു. അത് അവന് ശരിയാണെന്ന് തോന്നി. വീട്ടിലെത്തിയ ഉടനെ അവൾ ഫ്രഷ് ആവണമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. അവളുടെ ഉപ്പയും ഉമ്മയും റിജാദിനെ വീട്ടിലേക്ക് കയറാൻ ഒരുപാട് ക്ഷണിച്ചെങ്കിലും അവൻ പിന്നീട് ഒരു ദിവസം വരാൻ ഉമ്മ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. അവൻ കാറിൽ കയറി പോകുന്നത് മുകളിലെ ജനലഴികളിൽ കൂടി അവൾ നോക്കുന്നുണ്ടായിരുന്നു. അതറിഞ്ഞെന്നോണം അവന്റെ കണ്ണുകളും പതിയെ മുകളിൽ അവളുടെ റൂമിലേക്ക് നീങ്ങി. പരസ്പരം കണ്ണുകൾ ഉടക്കിയപ്പോൾ ഒരു പുഞ്ചിരി കൈമാറിക്കൊണ്ട് റിജാദ് കാറിലേക്ക് കയറി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.